പെറ്റീഷൻ ഓർ ഐ എങ്ങനെ ഫയൽ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഡാഷ്ബോർഡിൽ നിന്ന് ഓൺലൈൻ കോപ്പി ആപ്ലിക്കേഷൻ്റെ താഴെയുള്ള ഫയലിംഗ് എന്നൊരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യണം. ഫയലിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഫയലിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ലൈക്ക് കേസ് ഫയലിംഗ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ന്യൂ കേസ് എങ്ങനെ അല്ലെങ്കിൽ ഫ്രഷ് സ്യൂട്ട് എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നതെന്ന് ഓൾറെഡി നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് കിടക്കുന്നത് പെറ്റീഷൻ ഫയലിംഗ് ആണ്. ഈ പെറ്റീഷൻ ഫയലിങ്ങിലാണ് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നൊരു കേസിലേക്ക്, എന്ന് പറയുമ്പോൾ ഓൾറെഡി കേസ് നമ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടൊരു പെറ്റീഷൻ ഇടണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു IA രൂപത്തിലോ അല്ലെങ്കിൽ ഒരു EA രൂപത്തിലോ അല്ലെങ്കിൽ CMB ആയിട്ടോ എന്തെങ്കിലും ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണമെങ്കിൽ ആ പെറ്റീഷൻ എല്ലാം ഫയൽ ചെയ്യുന്നത് ഈ പെറ്റീഷൻ ഫയലിങ്ങിലാണ്. ഇപ്പം ഒരു വാറണ്ട് റീകോൾ ചെയ്യാനുള്ള പെറ്റീഷനുണ്ട്, ബെയിൽ ആപ്ലിക്കേഷനുണ്ട്. ഇത് രണ്ടും കൂടി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കേസിലാണ്. പക്ഷേ അവിടെ നമുക്ക് ബെയിൽ ആപ്ലിക്കേഷനും വാറണ്ട് റീകോൾ ചെയ്യാൻ പെറ്റീഷനൊക്കെ ഇടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പെറ്റീഷൻ ഫയലിംഗ് യൂസ് ചെയ്താണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്പർ വീഴുന്ന പെറ്റീഷനുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പെറ്റീഷൻ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫയൽ ചെയ്യുകയും വേണം. ഇപ്പോൾ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ പെറ്റീഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ പെറ്റീഷൻ ഫയലിംഗ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫയൽ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വാറണ്ട് റീകോൾ ഒരെണ്ണമുണ്ട്, ബെയിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിന് രണ്ട് നമ്പർ വീഴുന്നത് കൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ടാണ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് പെറ്റീഷൻ ഫയലിംഗ് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് ടോപ്പിലായിട്ട് ന്യൂ പെറ്റീഷൻ ഓർ IA ഫയലിംഗ് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഓപ്പണായി വരുന്ന വിൻഡോയിൽ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടാകും. അതിൽ ഓൾറെഡി രജിസ്ട്രേഷൻ നമ്പറാണ് സെലക്റ്റായി കിടക്കുന്നത്. അപ്പം അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കേസ് നമ്പർ അടിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ സെലക്റ്റായി കിടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്രൈം നമ്പറിലാണ് ഇത് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഫയലിംഗ് നമ്പർ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, ജസ്റ്റ് അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഈ ഡിസ്ട്രിക്റ്റും കാര്യങ്ങളും അതേപോലെ തന്നെ ക്രൈം നമ്പറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു ക്രൈം നമ്പറിൻ്റെ ആണെങ്കിൽ ഫയലിംഗ് നമ്പറും, നോർമൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളൊരു കേസ് നമ്പർ ആണെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറുമാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ഓൾറെഡി സെലക്റ്റായി കിടക്കുമായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ആയിട്ടൊരു കേസ് നമ്പർ കൊടുത്തിട്ട് എങ്ങനെ ഫയൽ ചെയ്യുന്നത് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഡിസ്ട്രിക്റ്റും കോടതിയിൽ ഫാമിലി ഞാൻ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ കേസ് ടൈപ്പ്, കേസ് നമ്പർ, കേസ് ഇയർ, ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് റൈറ്റ്, കേസ് ഇയറിൻ്റെ റൈറ്റിലുള്ള സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് തന്നെ എന്താ കേസ് നമ്പറും അതേപോലെ തന്നെ കേസ് ഡീറ്റെയിൽസ് നോക്കാനായിട്ടൊരു ഓപ്ഷനും ഒരു അപ്ലൈ IA എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കാണും. അതിൽ നമ്മൾ അപ്ലൈ IA എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ അകത്ത് ബേസിക് ഡീറ്റെയിൽസ്, പാർട്ടി ഡീറ്റെയിൽസ്, പെറ്റീഷൻ, ഡോക്യുമെൻറ്റ്സ്, പേയ്മെൻറ്റ്, ഇൻഡെക്സ് ആൻഡ് ഡോക്കറ്റ്, ഇത്രയും സ്റ്റെപ്സാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതിൽ ഫസ്റ്റ് ബേസിക് ഡീറ്റെയിൽസിൽ ഈ റെഡ് മാർക്കുള്ളത് മാത്രം കമ്പൾസറി ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അഡ്വക്കേറ്റ് ആണോ അല്ലെങ്കിൽ പാർട്ടി ഇൻ പേഴ്സൺ ആയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെറ്റീഷൻ ഓർ IA ടൈപ്പ് എന്താണ്, പിന്നെ അതേപോലെ തന്നെ പെറ്റീഷൻ ക്ലാസിഫിക്കേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളും പ്രയറുമാണ് നമുക്കിതിൽ അടിച്ചു കൊടുക്കാനുള്ളത്. അപ്പം ഞാനിതിൽ അഡ്വക്കേറ്റ് കൊടുത്തു. പെറ്റീഷൻ ഓർ IA ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ OPയിൽ ഞാൻ IA ആണ് ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ IA സെലക്ട് ചെയ്തു. ഇപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ CMB കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പെറ്റീഷൻ ഓർ IA ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾ എന്ത് പെറ്റീഷനാണോ അല്ലെങ്കിൽ എന്ത് IA ആണോ ഫയൽ ചെയ്യുന്നത് അത് അവിടെ സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ബെയിൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ വാറണ്ട് റീകോൾ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇൻ്ററിം ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പിന്നെ ശേഷം താഴത്തേക്ക് വന്നിട്ട് പ്രയർ അടിച്ചു കൊടുക്കുക. പ്രയർ അടിച്ചു കൊടുത്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റൈറ്റിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പാർട്ടി ഡീറ്റെയിൽസ് ആണ്. പാർട്ടി ഡീറ്റെയിൽസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കേസ് ആയതുകൊണ്ട് തന്നെ അവിടെ കാണിച്ചിട്ടുണ്ടാകും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് അവരെ സെലക്ട് ചെയ്ത് ആപ്ലിക്കൻറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. ഇപ്പം ഞാൻ R3ക്ക് വേണ്ടിയാണ് ഈ പെറ്റീഷൻ ഇടുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, റെസ്പോണ്ടൻറ്റ് സൈഡിൽ നിന്നും R3യെ സെലക്ട് ചെയ്തു. എന്നിട്ട് മൂവ് ടു പെറ്റീഷണർ എന്നത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ആൾ ലെഫ്റ്റിലേക്ക് വന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പെറ്റീഷണറെ ഞാൻ എന്ത് ചെയ്തു, റെസ്പോണ്ടൻറ്റ് സൈഡിലേക്ക് മാറ്റി. എന്നിട്ട് ആപ്ലിക്കൻറ്റിനെ സെലക്ട് ചെയ്തു. അപ്പം ആ പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന ആരുടെ പേരിലാണോ അയാൾ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ആപ്ലിക്കൻറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ബാക്കി ആളെ എന്ത് ചെയ്യുക, റെസ്പോണ്ടൻറ്റ് സൈഡിലേക്ക് മാറ്റുക. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, പെറ്റീഷണറെ സെലക്ട് ചെയ്യണം. അങ്ങനെ പെറ്റീഷണറെ സെലക്ട് ചെയ്തിട്ട് റൈറ്റിൽ സേവ് ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് നമ്മുടെ പെറ്റീഷൻ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ അപ്ലോഡ് പെറ്റീഷൻ്റെ അവിടെ ലെഫ്റ്റിലൊരു അപ്ലോഡ് പെറ്റീഷൻ്റെ ഒരു ബോക്സ് കാണും. അവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഏത് പെറ്റീഷനാണോ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അപ്ലോഡ് ചെയ്യുക. എന്നേച്ചും അതിൻ്റെ താഴത്തുള്ള അപ്ലോഡ് പെറ്റീഷൻ കൊടുത്തു കഴിയുമ്പം ഇങ്ങനെ ഡിലീറ്റ് ഫയൽ ഓർ വ്യൂ ഫയൽ എന്നൊരു ഓപ്ഷൻ കാണിച്ചിട്ട് വരും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെയൊക്കെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതുമാണ്. പിന്നെ അടുത്തത് ഡോക്യുമെൻറ്റ് അപ്ലോഡാണ്. അവിടെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫയൽ ചെയ്ത പെറ്റീഷന് സപ്പോർട്ടീവായിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഫയൽ ചെയ്യണമെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് ഇവിടെയാണ് ഫയൽ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു പവർ ഓഫ് അറ്റോർണി അക്സെപ്റ്റ് ചെയ്യാനുള്ള പെറ്റീഷനാണ് അവിടെ ആദ്യം ഫയൽ ചെയ്തത്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, പവർ ഓഫ് അറ്റോർണി അപ്ലോഡ് ചെയ്തു.
എന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഇങ്ങനെ വന്ന് ഓരോ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കിടന്നോളൂ. അങ്ങനെ നിങ്ങൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇതേ രീതിക്ക് തന്നെ അപ്ലോഡ് ചെയ്ത ശേഷം റൈറ്റിൽ താഴെയായിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്തതായിട്ട് വരുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പം എത്ര രൂപയാണോ അവിടെ പേയ്മെൻറ്റ് വരുന്നത് അത് ആ പെറ്റീഷൻ്റെ ഫീഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കൊരു പെറ്റീഷനും ഒരു ഡോക്യുമെൻറ്റും കൂടിയായിട്ട് ഞാൻ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതനുസരിച്ച് പേയ്മെൻറ്റ് കൊടുത്തു. എന്നിട്ട് നോർമലി നിങ്ങൾ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണോ ആ രീതിക്ക് തന്നെ ആ ഗേറ്റ് വേ യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് റെസിപ്റ്റിലും അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തിട്ട് ബാക്ക് ടു ക്ലോസ് കൊടുക്കുമ്പോൾ നമ്മുടെ ആ പേയ്മെൻറ്റിൻ്റെ പേജ് തന്നെ തിരിച്ച് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അവിടെ കൊടുത്തിട്ടുണ്ടാകത്തില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അത് അവിടെ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അവിടെ കാണിക്കാനായിട്ട് ലൈക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കണമെങ്കിലും നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ജസ്റ്റ് ഇൻഡെക്സ് ആൻഡ് ഡോക്കറ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് വീണ്ടും ആ പേയ്മെൻറ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പേയ്മെൻറ്റ് സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അടുത്തത് ഇൻഡെക്സും ഡോക്കറ്റുമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലും ആദ്യത്തെ ഇതിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കറക്ഷൻസോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് പ്രൊസീഡ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഈ രീതിക്ക് കൊടുത്തു കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് പെറ്റീഷൻ ഓർ IA ഫയലിങ്ങിൻ്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റെപ്പായി OTP വെരിഫിക്കേഷൻ്റെ അവിടെ വരും. അവിടെ ഗെറ്റ് OTP കൊടുക്കാം. പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് അല്ലെങ്കിൽ ആഡ് ചെയ്ത നമ്പറിലേക്ക് OTP വരും. എന്നിട്ട് ആ OTP അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഫയൽ പെറ്റീഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ IA അല്ലെങ്കിൽ ഇത് സക്സസ്ഫുള്ളി ഫയൽഡ് എന്ന് പറഞ്ഞ് കാണിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിക്ക് എത്ര പെറ്റീഷൻ നിങ്ങൾക്കുണ്ടോ ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് ഒന്നിൽ കൂടുതൽ പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി കേസ് നമ്പർ രജിസ്റ്റർ ചെയ്ത കേസ് നമ്പറുള്ള ഒരു കേസ് എങ്ങനെ ഫയൽ ചെയ്യും അല്ലെങ്കിൽ അതിലേക്ക് പെറ്റീഷൻ എങ്ങനെ ഫയൽ ചെയ്യാമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ക്രൈം നമ്പറാണ് നിങ്ങൾ ഫയൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലേക്കാണ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതെങ്കിൽ ആ ഫയലിംഗ് നമ്പർ സെലക്ട് ചെയ്ത് വെച്ചും ഡിസ്ട്രിക്റ്റും കോർട്ടും എല്ലാം സെലക്ട് ചെയ്ത് വെച്ചും ആകെ ഈ കേസ് ടൈപ്പിൻ്റെ അവിടെ നിങ്ങൾ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഏത് സ്റ്റേഷൻ്റെ അണ്ടറിലാണോ വരുന്നത് ആ സ്റ്റേഷൻ്റെ നെയിം ഒന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ CR നമ്പർ എന്ന് പറഞ്ഞിട്ട് ആ ബ്രാക്കറ്റിൽ ആ സ്റ്റേഷൻ്റെ പേര് കാണിക്കും. എന്നിട്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഈ സെയിം രീതിക്ക് തന്നെ കേസ് അല്ലെങ്കിൽ ആ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ മതി. വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ആകെ ഈ ഫയലിംഗ് നമ്പർ സെലക്ട് ചെയ്ത് അവിടെ ആ സ്റ്റേഷൻ്റെ ഇത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം മെത്തേഡ് ആയിരിക്കും. പിന്നെ ബാക്ക് ടു ആ ഒരു ഇത് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഡ്രാഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പെൻഡിങ് ആയിട്ടുള്ള ഫയൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണും. അവിടെ നമ്മൾ പ്രൊസീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞേച്ചും ബാക്കി എങ്ങനെ കേസ് ഫയൽ ചെയ്തോ അല്ലെങ്കിൽ പെറ്റീഷൻ എങ്ങനെ ഫയൽ ചെയ്തോ ആ രീതിക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പെൻഡിങ് സ്ക്രൂട്ടനിയിലാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഫയൽ ചെയ്തോ അപ്പുറത്തുനിന്ന് അക്സെപ്റ്റ് ചെയ്യാത്തതൊക്കെല്ലാം ആ ഒരു ലിസ്റ്റിലാണ് കാണാൻ പറ്റുന്നത്. ഡിഫക്റ്റീവിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ നിന്ന് ഡിഫക്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ കാണാം. അവിടെ നിന്ന് നമ്മൾ ക്യൂർ ഡിഫക്റ്റ് കൊടുത്തിട്ട് അത് ഡിഫക്റ്റ് ക്യൂർ ചെയ്തെടുത്താൽ മതി. സെയിം പെറ്റീഷൻ ചെയ്തത് എങ്ങനെയാണോ ആ സ്റ്റെപ്പൊക്കെ തന്നെ അപ്പോൾ വരികയും ചെയ്യും. അതെല്ലാം പ്രൊസീഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. പിന്നെ ശേഷം രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റേർഡിൽ നമ്മൾ ഫയൽ ചെയ്ത് കോടതിയിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ കേസുകളെല്ലാം ഈ ഒരു സെക്ഷനിലാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ലിസ്റ്റായിട്ട് അവിടെ കിടപ്പുണ്ടാവും. ഇത്രയുമാണ് പെറ്റീഷൻ ഓർ IA ഫയലിങ്ങിലായിട്ട് വരുന്നത്. ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ എത്ര പെറ്റീഷൻ ഉണ്ടോ അതെല്ലാം ഫയൽ ചെയ്യാവുന്നതാണ്.